അപ്പം നമ്മൾ കുറേ നാളുകളല്ല കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷമാണ് മൈക്രോബയോളജിയുടെ ക്ലാസ് നമ്മൾ പിന്നെ റീസ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റെയിൻഡ് പ്രിപ്പറേഷൻ പഠിച്ചായിരുന്നു. അൺസ്റ്റെയിൻഡ്, സ്റ്റെയിൻഡ് പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം അല്ലേ? ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിടുന്ന കേട്ടോ. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ കുഞ്ഞൊരു ടോപ്പിക്കാണ്. നിങ്ങൾ ഒത്തിരി ലോങ് വീഡിയോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കാണാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല, അത് ഉറപ്പാണ്. കാരണം ഇപ്പോൾ ഒരു 1 hour 2 hour ഞാൻ ക്ലാസ് എടുക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല. പക്ഷേ അതൊരു ലോങ് വീഡിയോ ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു ലെക്ചേഴ്സ് ആയിട്ട് ഇടുമ്പോൾ നമുക്ക് വേഗത്തിൽ കണ്ടു തീർക്കാം. ഓക്കെ, ആൻഡ് അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത്, ന്യൂട്രീഷൻ ആൻഡ് മെറ്റബോളിസം ഓഫ് ബാക്ടീരിയ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അതായത് നാളെ ഞാൻ അടുത്ത വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു കേർവാണ്, ഗ്രോത്ത് കേർവ്. അതിൽ പല ഫേസസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നമുക്ക് സിംഗിൾ വീഡിയോ ആയിട്ട് ഇടാം. അത് അധികം ലെങ്തി ആയിട്ടില്ലാതെ വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പഠിച്ചിട്ട് നാളെ ആ ഒരു വീഡിയോസ് ഇടാം. അപ്പോൾ നമുക്കിത് പഠിക്കാം. ഗ്രോത്ത്, ന്യൂട്രീഷൻ ആൻഡ് മെറ്റബോളിസം ഓഫ് ബാക്ടീരിയ. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ബാക്ടീരിയൽ ഗ്രോത്ത് ആണ്. നമുക്കൊരു വളരെ ഇമ്പോർട്ടൻറ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ അതിന് മുമ്പ് ഇൻട്രൊഡക്ഷനിലേക്ക് കിടക്കാം. ഒത്തിരി ഞാനങ്ങ് നീണ്ടു പോകുന്നില്ല, കാരണം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ദ മിനിമം ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ് ഫോർ ഗ്രോത്ത് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബാക്ടീരിയ ഇൻക്ലൂഡ് സോഴ്സസ് ഓഫ്. അതായത് നമുക്കറിയാം, ഒരു ബാക്ടീരിയയ്ക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടി മിനിമം ഇത്രയെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു പർട്ടിക്കുലർ ബാക്ടീരിയ ഗ്രോ ചെയ്യത്തുള്ളൂ. ഏതൊക്കെയാണ് ആ ഒരു സോഴ്സസ് എന്ന് പറയുന്നത്? കാർബൺ, നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് സം ഇനോർഗാനിക് സോൾട്ട്. അപ്പോൾ ഏതൊക്കെ സോഴ്സസ് ആണ് നമുക്ക് വേണ്ടത്? കാർബൺ, നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് സം ഇനോർഗാനിക് സോൾട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ആ ഒരു ബാക്ടീരിയ നല്ല പോലെ ഗ്രോ ചെയ്യുള്ളൂ. പക്ഷേ ഈ ഓക്സിജൻ എന്ന് പറയുന്നത് അത്ര മാൻഡേറ്ററി ആവുന്നില്ല. ചില ബാക്ടീരിയ ഓക്സിജൻ ഇല്ലാതെയും ഓക്സിജൻ്റെ പ്രസൻസ് ഉള്ളപ്പോൾ ഗ്രോ ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ട്, ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ലാതെ ഗ്രോ ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചു വന്നതാണ്. സോ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്? ബേസ്ഡ് ഓൺ ന്യൂട്രീഷൻ, ബാക്ടീരിയ ക്ലാസിഫൈഡ് ആസ് 2 types, ഓട്ടോട്രോപ്സ് ആൻഡ് ഹെറ്ററോട്രോപ്സ്. നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ് ഓട്ടോട്രോപ്സ്. അപ്പോൾ ഓട്ടോട്രോപ്സ് എന്താണ്? നിങ്ങൾ ഇപ്പോൾ പണ്ട് പഠിച്ചൊരു ഓർമ്മയിൽ നമുക്ക് പറയാൻ പറ്റും, ഓട്ടോട്രോപ്സ് തന്നെ എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത് എന്തിൻ്റെയോ സഹായത്തിൽ ചെയ്യുന്ന സംഭവം. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോട്രോപ്സ് എന്താണെന്ന്. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. ബാക്ടീരിയ വിച്ച് ക്യാൻ സിന്തസൈസ് ദർ എസെൻഷ്യൽ മെറ്റബോളൈറ്റ്സ്, അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ, ദാറ്റ് ഇസ് നൈട്രജൻ, CO2 ആർ നോൺ ആസ് ലിത്തോട്രോപ്സ് ഓർ ഓട്ടോട്രോപ്സ്. ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത് സ്വയം അവർക്ക് അവരുടെ എല്ലാ മെറ്റബോളിക് നീഡ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റും. അവരുടെ ഒരു വേറെ പേരാണ് ലിത്തോട്രോപ്സ് എന്ന് പറയുന്നത്. ബാക്ടീരിയ വിച്ച് ക്യാൻ സിന്തസൈസ് ദിയർ എസെൻഷ്യൽ മെറ്റബോളൈറ്റ്സ്, അതായത് അവർക്ക് വേണ്ട ഓർഗാനിക് കോമ്പൗണ്ട്സ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ. നമുക്കറിയാം, അറ്റ്മോസ്ഫിയറിൽ നിന്ന് അവർ എടുത്തിട്ട് അവർക്ക് വേണ്ട മെറ്റബോളൈറ്റ്, അവർക്ക് എന്തൊക്കെയാണ് അവർക്ക് ഗ്രോത്തിന് ആവശ്യം, അതൊക്കെ അവർ തന്നെ എടുത്തിട്ട് സിന്തസൈസ് ചെയ്യും. ഓക്കെ, അവർക്ക് വേണ്ട രീതിയിൽ അത് സിന്തസൈസ് ചെയ്യും. അതാണ് ഓട്ടോട്രോപ്സ്. വേറൊരു പേര് ലിത്തോട്രോപ്സ്. ഓക്കെ, ഓട്ടോട്രോപ്സ് ഒബ്റ്റെയിൻ ദെയർ എനർജി ഫോട്ടോസിന്തറ്റിക്കലി. ഫോട്ടോസിന്തസിസ് എന്താണെന്നൊക്കെ നമുക്കറിയാം. പ്ലാന്റ്സ്, അതായത് സൺലൈറ്റ് വഴി എടുത്ത് പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കും, എന്നിട്ട് പുറത്ത് ഓക്സിജൻ വെളിയിലൂടെ അങ്ങനെ കുറേ ഒരു വലിയ പ്രോസസ്സാണ്. വലിയ പ്രോസസ്സല്ല, സിമ്പിൾ പ്രോസസ്സാണ് ഒരു ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോട്രോപ്സ് എന്താണ്? ഫോട്ടോസിന്തസിസ് വഴിയാണ് ഒബ്റ്റെയിൻ അവരുടെ എല്ലാ കാര്യങ്ങളും, എനർജി, അവരുടെ ഗ്രോത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഓട്ടോട്രോപ്സ്. അതിൻ്റെ ഇത് എക്സാമ്പിൾ പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴിയാണ് അവരുടെ സംഭവങ്ങളൊക്കെ അവരുടെ ഫുഡൊക്കെ അവർ സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഹെറ്ററോട്രോപ്സ്. അപ്പോൾ ഓട്ടോട്രോപ്സും ഹെറ്ററോട്രോപ്സും തമ്മിലുള്ള ഡിഫറൻസ് മേ ബി 2 മാർക്സിന് ചോദിക്കാം. അല്ലെങ്കിൽ ഓട്ടോട്രോപ്സ് എന്താണെന്ന് 2 മാർക്സിന് ചോദിക്കാം, ഹെറ്ററോട്രോപ്സ് എന്താണെന്നും 2 മാർക്കിന് ചോദിക്കാം. അപ്പോൾ വാട്ട് ഈസ് ഹെറ്ററോട്രോപ്സ്? അപ്പോൾ ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത് this bacteria are unable to synthesize their metabolites. അതായത് അവർക്ക് തന്നെ അവരുടെ ഗ്രോത്തിന് വേണ്ടുള്ള കാര്യങ്ങൾ സിന്തസൈസ് ചെയ്യാൻ പറ്റത്തില്ല. They depend on performed organic compounds. Okay, majority of pathogenic bacteria heterotrophs and parasitic. They have evolved with
ആനിമൽ ബോഡി വേർ റെഡിമെയ്ഡ് ന്യൂട്രിയൻസ് ആർ ഫ്രീലി അവൈലബിൾ. അപ്പം നമ്മൾ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്ന ഹെറ്ററോട്രോപ്സ് ആണ്, നമ്മൾ ഒരിക്കലും ഓട്ടോട്രോപ്സ് അല്ല. കാരണം നമുക്ക് വേണ്ട പച്ചക്കറികൾ എന്താ, റെഡിമെയ്ഡ്. അതായത് ഈ പച്ചക്കറി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പച്ചക്കറി ഫോമിൽ കിട്ടും, അല്ലാതെ നമ്മളല്ല ആ പച്ചക്കറി ഉണ്ടാക്കുന്നത് അല്ലേ. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പാരസൈറ്റ്, അതായത് നമ്മുടെ പെയിൻ നല്ലൊരു എക്സാമ്പിൾ ആണ്. അതിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ബോഡിയിലുണ്ട്. അത് നമ്മുടെ രക്തത്തിൽ ഇങ്ങനെ ഊറ്റി കുടിക്കും. അതാണ് ഈ ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ സഹായത്താൽ ജീവിക്കുന്ന ആൾക്കാർ. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്ലാന്റ്സ് അതായത് ആനിമൽസ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. കാരണം റെഡിമെയ്ഡ് നമ്മളത് ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് കിട്ടണ്ടേ, അത്രേ ഉള്ളൂ. ഓട്ടോട്രോപ്സ് എന്താണ്, ഹെറ്ററോട്രോപ്സ് എന്താണെന്ന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് ബാക്ടീരിയൽ ഗ്രോത്ത്. എന്താണ് ബാക്ടീരിയൽ ഗ്രോത്ത്? ഇതാണ് നമുക്കൊരു 5 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ വഴിയാണ്. ബാക്ടീരിയൽ സെൽ ഡിവിഷൻ അല്ലെങ്കിൽ ബാക്ടീരിയ ഗ്രോത്ത് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ വരയ്ക്കാം. ബൈനറി ഫിഷൻ വഴിയാണ് ഈ ഒരു ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്നുമില്ല, കണ്ടോ, ഫസ്റ്റ് എന്താ, സാധാ പോലെ ഒരൊറ്റൊരു ബാക്ടീരിയ ആയിരുന്നു. പിന്നെ എന്താണ്, അതിൻ്റെ ആ ഒരു ക്രോമസോം മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മളത് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, സോറി, ഇതൊരു ബാക്ടീരിയ. ഇത് എന്താണ്, അതിൻ്റെ ക്രോമസോം അല്ലെങ്കിൽ DNA. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഒരു ബാക്ടീരിയ എന്താണ്, എക്സ്ട്രാ ക്രോമസോംസ് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, അതുവരെ ഓക്കെ ആണല്ലോ. അങ്ങനെ എക്സ്ട്രാ ക്രോമസോം ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ട് അത് എന്താണ്, ഇങ്ങനെ രണ്ടായിട്ട് ആ ഒരു എക്സ്ട്രാ, അതായത് വേറൊരു കോപ്പി ഉണ്ടാക്കും. ഒരു ക്രോമസോം ഉണ്ട്, അതിൻ്റെ തന്നെ വേറൊരു കോപ്പി അത് ഉണ്ടാക്കും. എന്നിട്ട് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ആ ഒരു എക്സ്ട്രാ കോപ്പി ഉള്ളത് 2 സൈഡിലേക്ക് തിരിയും. പിന്നെ എന്താണ്, ഒരു സെപ്റ്റം പോലെ, ഒരു ഡിവൈഡ് ചെയ്യാനുള്ള ഒരു പോർഷൻ പോലെ അത് ഉണ്ടാക്കും, എന്നിട്ട് ഡിവൈഡ് ചെയ്യും. ഇതങ്ങനെ വലിയൊരു ഭയങ്കര സംഭവമായിട്ടുള്ളതല്ല. ചുമ്മാ നമ്മൾ സാധാ സെൽ ഡിവിഷൻ എങ്ങനെയാണോ, അല്ലെങ്കിൽ നമ്മൾ സെൽ ഗ്രോത്ത് മൈറ്റോസിസ് എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെയുള്ളൂ, ഒരു ബൈനറി ഫിഷൻ വഴി ഉള്ളൂ. അതായത് നമുക്കറിയാം അതേ സിമിലർ ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് പേരൻറ്റ് സെൽസ് തന്നെയായിരിക്കും, അതേ സെയിം ആയിരിക്കും ഡോട്ടർ സെൽസും ഉണ്ടാവുന്നത്, അത്രേ ഉള്ളൂ. ആദ്യം 2 അഡീഷണൽ ക്രോമസോംസ്, അതായത് ഒരു ക്രോമസോം അവരുടെ ഓൾറെഡി ഉള്ള ക്രോമസോം അവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. പിന്നെ അത് രണ്ടും ഇങ്ങനെ സൈഡിലേക്ക് മാറി. പിന്നെ അത് ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു സെപ്റ്റ് പോലെ ഉണ്ടാക്കി. പിന്നെ അവർ ഡിവൈഡ് ചെയ്തു. 2 ഐഡൻറ്റിക്കൽ, ഒരെണ്ണത്തിൽ നിന്ന് 2 ഐഡൻറ്റിക്കൽ ഡോട്ടർ സെൽസ് ഉണ്ടായി, അത്രേ ഉള്ളൂ. ഇനിയുള്ളത് ഓക്കെ, അത് തന്നെയാണ് ഈ ഒരു ഡയഗ്രത്തിൽ പറയുന്നത് തന്നെയാണ് പിന്നെ അവർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. വെൻ എ ബാക്ടീരിയ സെൽ റീച്ചസ് എ വെയിറ്റ് ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വെൻ എ ബാക്ടീരിയ സെൽ റീച്ചസ് എ ക്രിട്ടിക്കൽ മാസ് നട്ടോ, അതായത് നല്ലൊരു വെയിറ്റായി. ഓൺ ഇറ്റ് സെല്ലുലർ കോൺസ്റ്റുവൻറ്റ് ദ സെൽ ഡിവിഷൻ സ്റ്റാർട്ട്. അതായത് നമ്മുടെ ബാക്ടീരിയ അത്യാവശ്യം നല്ലൊരു വെയിറ്റിൽ വന്നു, അതിൻ്റെ സെല്ലിലൊക്കെ അത്യാവശ്യം നല്ല കോൺസ്റ്റുവൻസ് ഒക്കെ ഉണ്ടായി. അപ്പോഴാണ് അവിടെ ഒരു സെൽ ഡിവിഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, ബാക്ടീരിയ ന്യൂക്ലിയസ് ഓർ ക്രോമസോം ഇസ് എ സർക്കുലർ ഡബിൾ സ്ട്രാൻഡഡ് DNA. അപ്പോൾ ബാക്ടീരിയ ന്യൂക്ലിയസ് അല്ലെങ്കിൽ അവരുടെ ക്രോമസോം എന്താണ്, സർക്കുലർ ഡബിൾ സ്ട്രാൻഡഡ് DNA മോളിക്യൂൾ. ദ ന്യൂക്ലിയർ ഡിവിഷൻ പ്രൊസീഡ് ബാക്ടീരിയ സെൽ ഡിവിഷൻ. അപ്പോൾ ന്യൂക്ലിയസ് ഫസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ടാണ് പിന്നെ സെൽ ഡിവൈഡ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. ബാക്ടീരിയ നല്ലപോലെ ഗ്രോ ചെയ്യും, അതായത് നല്ലപോലെ ഒരു വെയിറ്റിൽ വരുമ്പോൾ സെൽ ഡിവിഷൻ നടക്കും. നമുക്കറിയാം ഈ ഒരു ബാക്ടീരിയയുടെ ക്രോമസോം എന്ന് പറയുന്നത് സർക്കുലർ സ്ട്രാൻഡഡ് DNA ആണ്, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. ഫസ്റ്റ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ടാണ് സെല്ല് ഡിവൈഡ് ചെയ്യത്തുള്ളൂ, അത്രയാണ് ഇവിടെ പറയുന്നുള്ളൂ. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. ഓക്കെ, അടുത്തത് ഡ്യൂറിങ് റെപ്ലിക്കേഷൻ ദ 2 strands of DNA are separated and complementary strands are formed. അതായത് ഒന്നുമില്ല, റെപ്ലിക്കേഷൻ്റെ സമയത്ത്, അതായത് ഡിവൈഡ് ചെയ്യുന്ന ഒരു ടൈമിൽ എന്താണ്, 2 strands of DNA are separated. ഓക്കെ, നമുക്കറിയാം സ്ട്രാൻഡ്സ് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് ന്യൂ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്സ് അവിടെ ഫോം ചെയ്തു. ദിസ് 2 ഐഡൻറ്റിക്കൽ ഡബിൾ സ്ട്രാൻഡഡ് DNA മോളിക്യൂൾസ് ആ ഫോംഡ്. അങ്ങനെ 2 ഡബിൾ സ്ട്രാൻഡഡ് മോളിക്യൂൾ ഫോം ചെയ്തു. അതായത് റെപ്ലിക്കേഷൻ്റെ സമയത്ത് എന്താണ്, അതിൻ്റെ തന്നെ ഒരു കോപ്പി അതുണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ദ റെപ്ലിക്കേറ്റഡ് DNA മോളിക്യൂൾസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ 2 ഡോട്ടർ സെൽസ്. അപ്പം നമുക്കറിയാം ഓൾറെഡി അത് റെപ്ലിക്കേറ്റ് ആയല്ലോ, അതായത് എക്സ്ട്രാ ആയിട്ട് ഉണ്ടാക്കി
എന്നിട്ട് എന്താണ് അത് രണ്ടും എന്താണ് ഡോട്ടർ സെൽസിന് കൊടുത്തു. ഒരൊറ്റ ബാക്ടീരിയയിൽ നിന്ന് 2 ഡോട്ടർ സെൽസ് ആണ് ഫോം ചെയ്യുന്നത്. ഒരെണ്ണത്തിനൊരു DNA ഉണ്ടാവും, മറ്റൊരെണ്ണത്തിന് ഒരു DNA ഉണ്ടാവും. A transverse septum grows across the cell from the cell membrane. ആ ഒരു സെൽ മെംബ്രെയിനിൽ ഒരു സെപ്റ്റം പോലെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുന്ന ഒരു സംഭവം, അത്രേ ഉള്ളൂ. ഓക്കെ, ആ ഒരു പിക്ചർ എന്താണ് അത് തന്നെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, this is followed by deposition of cell wall and daughter cell separate. 2 daughter cells are formed. അപ്പോൾ ഇതിങ്ങനെ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു പിക്ചറിൽ എന്താണ് കൊടുത്തേക്കുന്നത് അത്രേ ഉള്ളൂ. അതായത് ഭയങ്കര വെയിറ്റ് ആയിട്ട് നമ്മുടെ ബാക്ടീരിയ മാറി. അപ്പോൾ എന്താണ് അവിടെ സെൽ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ന്യൂക്ലിയസ് ഫസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു സെല്ല് നല്ലപോലെ ഡിവൈഡ് ചെയ്യുള്ളൂ. നമുക്കറിയാം സർക്കുലർ സ്ട്രാൻഡഡ് DNA ആണ്, അത് റെപ്ലിക്കേഷൻ നടത്തുന്നു. കാരണം ഒരെണ്ണോടെ ഉണ്ടാക്കണം അല്ലേ, അതിൻ്റെ തന്നെ ഒരു അതായത് സെയിം കോപ്പി തന്നെ ഉണ്ടാക്കിയിട്ട് എന്താണ് ഒരു സെപ്റ്റ പോലെ ഡിവൈഡ് ചെയ്യാൻ പോലെ ഒരു 2 സെപ്റ്റ പോലെ ആ ഒരു സെൽ വാളിൽ ഉണ്ടായി. അതായത് ഡിവൈഡ് ചെയ്യാൻ ഈസി ആയിട്ട്. എന്നിട്ട് എന്താണ് ആ ഒരു DNA ഒരു ഡോട്ടർ സെൽസിനും മറ്റേ DNA വേറൊരു ഡോട്ടർ സെൽസിനും തുടങ്ങി. അങ്ങനെ അവിടെ അവർക്ക് എന്താണ് സെൽ വാളും സെൽ മെംബ്രെയിനും എല്ലാം ഫോം ചെയ്തിട്ട് അവിടെ എന്താണ് 2 ന്യൂ ഡോട്ടർ സെൽസ് ഉണ്ടായി. അത്രേ ഉള്ളൂ. ഇനി അതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. സം ബാക്ടീരിയ ആർ ഡിപ്ലോകോക്കി. ഡിപ്ലോകോക്കി എന്താണെന്നറിയാലോ? ആൻഡ് അതർ ഇൻ ചെയിൻസ് ഡ്യൂ ടു നോൺ സെപ്പറേഷൻ ഓഫ് ഡോട്ടർ സെൽസ്. അപ്പോൾ ചിലത് എന്താണ് ഡിപ്ലോകോക്കിയാണ്. ഇപ്പോൾ ഡിപ്ലോകോക്കി അതായത് ചില ബാക്ടീരിയ എന്താണ് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ആൻഡ് അതർ ഇൻ ചെയിൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ചെയിൻസ് ആവുന്നത് എന്താണ് ഡ്യൂ ടു നോൺ സെപ്പറേഷൻ ഓഫ് ഡോട്ടർ സെൽസ്. അപ്പോൾ ഇത് ചില സമയത്ത് ഈ ഒരു ഡോട്ടർ സെൽസ് സെപ്പറേറ്റ് ആവില്ല. അതായത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാതെ അതുപോലെ തന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് ചെയിൻ ആയിട്ടിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഒരു ചെയിൻ ആയിട്ടുള്ള ബാക്ടീരിയാസിന് കിട്ടുന്നത്. ചില ടൈമിൽ അത് സെപ്പറേറ്റ് ആവില്ല, ചില ടൈമിൽ അതിങ്ങനെ ഡിപ്ലോകോക്കി ആയിട്ടിരിക്കും. ഓക്കെ, ഇനി 2 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ജനറേഷൻ ടൈം. വാട്ട് ഈസ് ജനറേഷൻ ടൈം? ദ ടൈം റിക്വയർഡ് ഫോർ എ ബാക്ടീരിയ ടു ഗീവ് റൈസ് ടു 2 ന്യൂ ഡോട്ടർ സെൽസ് under optimum condition is known as generation time. ഒന്നുമില്ല, the time required for a bacteria, ഒരു ബാക്ടീരിയയ്ക്ക് 2 ന്യൂ ഡോട്ടർ സെൽസിന് ഉണ്ടാക്കാനുള്ള ഒരു ടൈം, അതാണ്. അതായത് നല്ല കണ്ടീഷൻ ആവണം, അതായത് എല്ലാ ഫേവറബിൾ കണ്ടീഷനോടെ കൂടി ആ ഒരു ബാക്ടീരിയയ്ക്ക് 2 ഡോട്ടർ സെൽസിനെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ടൈം, അതിനെയാണ് ജനറേഷൻ ടൈം എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഇത് ഈസിയാണല്ലേ. ദ ജനറേഷൻ ടൈം ഈസ് അബൌട്ട് 20 minutes ഇൻ മയോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഓക്കെ, അപ്പോൾ ഇത് MCQ ആണ്. 20 minutes ആണ് മയോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഒരു 20 മിനിറ്റ് മതി മയോബാക്ടീരിയം ട്യൂബർകുലോസിന് വേറെ 2 ന്യൂ ഡോട്ടർ സെൽസ് ഉണ്ടാക്കാൻ വേണ്ടി. ഓക്കെ, ഇറ്റ് ഈസ് അബൌട്ട് 20 hours ഇൻ ലെപ്ര ബാസിലി. ഓക്കെ, സോറി, ജനറേഷൻ ടൈം ഇസ് അബൌട്ട് 20 minutes ആണ്. അപ്പോൾ എനിക്ക് തെറ്റിപ്പോയതാണ്. ജനറേഷൻ ടൈം പൊതുവേ പറയുന്നത് 20 minutes ആണ്. മയോബാക്ടീരിയൻ ട്യൂബർകുലോസിന് 20 hours ആണ്. അപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു സാധാ നമ്മളൊരു മൊത്തത്തിൽ പറയുന്ന ഒരു ജനറേഷൻ ടൈം എന്ന് പറയുന്നത് 20 minutes ആണ്. മയോബാക്ടീരിയം ട്യൂബർകുലോസിന് വേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് 20 hours ആണ്. പിന്നെ ലെപ്ര ബാസിലിക്ക് 20 days വേണം, 20 ദിവസം വേണം 2 ഡോട്ടർ സെൽസിന് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, ചിലപ്പോൾ അവരുടെ ഒരു കണ്ടീഷൻസ് ഒക്കെ ഫേവറബിൾ ആവാൻ വേണ്ടിയാണ്. അപ്പോൾ ഒന്നോടെ പറയാം, ജനറേഷൻ ടൈം മൊത്തത്തിൽ പൊതുവേ നമ്മൾ പറയുന്നത് 20 minutes ആണ്. മയോബാക്ടീരിയം ട്യൂബർകുലോസിന് 20 hours ആണ്. ലെപ്രേ ബാസിലസിന് 20 days ആണ്. ഓക്കെ, ഇനി ബാക്ടീരിയൽ കൗണ്ട് 2 മാർക്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് പഠിച്ചിട്ട് നമ്മൾ ആ ഒരു ഫേസസ് ഒക്കെ പഠിക്കും. ഓക്കെ, ദ ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത് ദിസ് ഇൻഡിക്കേറ്റ് ടോട്ടൽ നമ്പർ ഓഫ് ബാക്ടീരിയ ഇൻ ദ സ്പെസിമെൻ ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ദേ ആർ ലിവിങ് ഓൺ ദാറ്റ്. ടോട്ടൽ കൗണ്ട് മേ ബി ബൈ കൗണ്ടിങ് ദ ബാക്ടീരിയ അണ്ടർ മൈക്രോസ്കോപ്പ് യൂസിങ് കൗണ്ടിങ് ചേമ്പർ. അപ്പോൾ ബാക്ടീരിയൽ കൗണ്ട്, അപ്പോൾ നമ്മളിത് യൂഷ്വലി ചെയ്യുന്നത് സ്റ്റെയിനിങ്ങിൻ്റെ ഒക്കെ ടൈമിലാണ്. അല്ലെങ്കിൽ ബാക്ടീരിയ നമ്മൾ ഗ്രോ ചെയ്യുവാണ്, നമ്മളൊരു മീഡിയത്തിൽ ബാക്ടീരിയനെ ഗ്രോ ചെയ്യുവാണ്. ഓക്കെ, ഗ്രോ ചെയ്യുന്ന സമയത്ത് ചിലത് മരിക്കും, ചിലത് അവിടെ ജീവനോടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊന്നും നോക്കുന്നില്ല. ആ ഒരു ബാക്ടീരിയയുടെ മരിച്ചതോ ജീവിച്ചതോ ഫുള്ളായിട്ടുള്ള നമ്പർ നമ്മൾ കൗണ്ടിങ് ചേമ്പറിൽ മൈക്രോസ്കോപ്പിലായിരിക്കും നമുക്കിത് കാണാൻ പറ്റുള്ളൂ. അത് നമ്മൾ കൗണ്ട് ചെയ്യുക. ഇങ്ങനെ പറയുന്നുണ്ട് വെദർ ദേ ആർ ലീവിങ് ഓൺ ഡെറ്റ്. ടോട്ടൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തം, അതിൽ മരിച്ചതും ജീവിച്ചതുമായിട്ടുള്ള മൊത്തം കൗണ്ട്. ഇനി വയബിൾ കൗണ്ട് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലിവിങ് സെൽസ്.
ഓക്കെ, അതായത് വയബിൾ കൗണ്ട് എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ബാക്ടീരിയയുടെ മാത്രം കൗണ്ടിനെയാണ് നമ്മൾ വയബിൾ കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ പഠിക്കാൻ ഇന്ന്. നമ്മൾ നാളെയാണ് ആ ഒരു ഫേസസ് പഠിക്കുന്നത്, കാരണം അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ. അപ്പോൾ ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ജീവിച്ചതും മരിച്ചതുമായിട്ടുള്ള ബാക്ടീരിയയുടെ ഫുൾ ടോട്ടൽ കൗണ്ട്, വയബിൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ മാത്രം കൗണ്ട്. പിന്നെ ജനറേഷൻ ടൈം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു 2 ന്യൂ ഡോട്ടർ സെൽസ് ഫേവറബിൾ കണ്ടീഷനോടെ അവിടെ ജനിക്കുന്നു. ആ ഒരു ടൈം അവർക്ക് ആ ഒരു വേണ്ട ടൈമാണ്. അപ്പോൾ പൊതുവേ പറയുന്നത് 20 മിനിറ്റ്സ് ആണ്. ലെപ്രാബാസിലൊക്കെ 20 ഡേയ്സ് ആണ്. മയോബാക്ടീരിയം ട്യൂബർകുലോസിസ് ഒക്കെ എന്താണ്, ഏകദേശം 20 hours ആണ്. പിന്നെ ചില ബാക്ടീരിയസ് ഒക്കെ ഡിപ്ലോകോക്കെ ആയിരിക്കും, ചിലത് ചെയിൻ ആയിരിക്കും, കാരണം അവർ സെപ്പറേറ്റ് ആവാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്. പിന്നെ ഗ്രോത്ത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായല്ലോ. ഫസ്റ്റ് എന്താണ്, ഭയങ്കര അബൻഡൻ്റ് ആയിട്ടുള്ള ഒരു മാസ് ഉണ്ടാവും. പിന്നെ എന്താണ്, DNA എന്താണ്, മൾട്ടിപ്പിൾ ഒരു എക്സ്ട്രാ കോപ്പി ഉണ്ടാവും. രണ്ടും രണ്ട് സൈഡിലേക്ക് സെപ്പറേറ്റ് ആവും. പിന്നെ അതൊന്ന് ഒരു ഒരു ഡിവൈഡ് ചെയ്യാനുള്ള ഒരു പോർഷൻ ഉണ്ടാക്കും. എന്നിട്ട് ആ രണ്ടിനും ഒരു സെൽ വാളും സെൽ ഗ്രോത്ത് എന്താണ് സെൽ മെമ്മറീനൊക്കെ നല്ലപോലെ ഉണ്ടായി കഴിയുമ്പോൾ 2 ന്യൂ ഡോട്ടർ സെൽസ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും നല്ലപോലെ പഠിക്കുക.